എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8086 പിൻ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ പിൻ ഡയഗ്രാം ആണ്. നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് ഈ ഒരു പിൻ ഡയഗ്രാം പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ അതിന് നമുക്കൊരു മെമ്മറി ട്രിക്ക് ഉപയോഗിക്കാം. സോ അതിനു വേണ്ടി നമ്മൾ നിമ്മി ഒരു അട തിന്ന കഥയാണ് പറയാൻ പോകുന്നത് അല്ലേ. അതായത് മലബാർ ഭാഗത്തൊക്കെ അട എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പലഹാരമാണ്. സോ നിമ്മി എന്ന കുട്ടി ഒരു അട തിന്ന കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഈ ജി എൻ ഡി എന്താക്കി എടുക്കുക, അത് ഗ്രൗണ്ട് ആയിട്ട് എടുക്കുക അല്ലേ. സോ ഗ്രൗണ്ടിൽ ഒരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്കിലെ ഇന്റർവെല്ലിലാണ് എന്ത്, നിമ്മി അട തിന്നുന്നത് അല്ലേ. അപ്പൊ ഗ്രൗണ്ടിൽ എന്തുണ്ട്, ഒരു ക്ലോക്ക് ഉണ്ട് അല്ലേ. ആ ക്ലോക്കിലെ ഇന്റർവെല്ലിലാണ് എന്ത്, എൻ എം ഐ എന്ന് പറഞ്ഞാൽ നിമ്മിയൊക്കെ എടുക്കുക. നിമ്മി എന്താണ്, അട തിന്നുന്നത് അല്ലേ. അത് നമുക്ക് കാണാം ഇവിടെ AD14 അല്ലേ. അതായത് AD0 മുതൽ AD14 നമുക്ക് കാണാം. അപ്പൊ ഇത് അടയാക്കി എടുക്കുക. സോ ഈ ഒരു ഇന്റർവെല്ലിലാണ് എന്ത്, നിമ്മി അട തിന്നുന്നത്. ഒറ്റ ട്രിപ്പില്ലേ 15 അട തിന്നും. AD0 മുതൽ AD14 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 15 അല്ലേ. സോ ഒറ്റ ട്രിപ്പിൽ എന്ത് ചെയ്യും, 15 അട തിന്നും. വീണ്ടും അല്ലേ എന്താണ്, അത് ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. ദെൻ റെസ്റ്റ് എടുത്തില്ലേ, അതായത് റീസെറ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാം. ദെൻ റെസ്റ്റ് എടുത്ത് റെഡി ആയിട്ട് അല്ലേ. ദെൻ ടെസ്റ്റ് നമുക്ക് ടേസ്റ്റ് എടുക്കാം അല്ലേ. ടേസ്റ്റ് ചെയ്യാനായിട്ട് എന്താണ്, 2 ക്യൂ നിന്നപ്പോൾ അല്ലേ, അതായത് ഈ QS1 QS0 അല്ലേ, അത് നമുക്ക് 2 ക്യൂ ഒക്കെ എടുക്കാം. 2 ക്യൂ നിന്നപ്പോൾ എന്ത്, 2 സ്റ്റാറ്റസ് ഇട്ടില്ലേ. അതായത് 2 സ്റ്റാറ്റസ് പറഞ്ഞാൽ അത് 0 മുതൽ 2 വരെ അല്ലേ. S2 S1 S0 അങ്ങനെ 2 സ്റ്റാറ്റസ് ഇട്ട് ലോക്കായപ്പോൾ അല്ലേ, ലോക്കായപ്പോൾ 2 ഗേറ്റ് ഒക്കെ ചാടിക്കടന്നു അല്ലേ. അതായത് GT1 GT0 അത് 2 ഗേറ്റ് ആക്കി എടുക്കുക. 2 ഗേറ്റ് ഒക്കെ ചാടിക്കടന്ന് റോഡിലെത്തി അല്ലേ. RD അത് റോഡിലെത്തി. അവിടുന്ന് മാക്സിമം അല്ലേ, ഈ മിനിമം മാക്സിമം ആണ്, ഇത് മാക്സിമം എടുക്കുക. മാക്സിമം BHC പറഞ്ഞാൽ നമുക്ക് ബിരിയാണി ഒക്കെ എടുക്കുക. മാക്സിമം ബിരിയാണിയും 5 അടയും വീണ്ടും നമുക്ക് അട വരുന്നുണ്ട് അല്ലേ. അതായത് നമുക്ക് 5 അടയും കഴിച്ച് എന്താണ്, BCC നമുക്ക് വിശപ്പടക്കിന്ന് ആക്കാം. സോ നമുക്ക് കഥ എന്നൂടി പറഞ്ഞാല്, ഗ്രൗണ്ടിൽ ഒരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്കിലെ ഇന്റർവെല്ലിലാണ് എന്ത്, നിമ്മി അട തിന്നുന്നത്. ഒറ്റ ട്രിപ്പിൽ എന്ത് ചെയ്യും, 15 അട തിന്നു. വീണ്ടും എന്ത് ചെയ്യും, ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. ദെൻ റെസ്റ്റ് എടുത്ത് റെഡിയായി ടേസ്റ്റ് ചെയ്യാനായിട്ട് 2 ക്യൂ നിന്നപ്പോൾ എന്ത് ചെയ്ത്, 2 സ്റ്റാറ്റസ് ഇട്ടില്ലേ. നമ്മൾ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടില്ലേ, അതേപോലെ 2 സ്റ്റാറ്റസ് ഇട്ട് ലോക്കായപ്പോൾ അല്ലേ, 2 ഗേറ്റ് ഒക്കെ ചാടിക്കടന്ന് റോഡിൽ എത്തി. ദെൻ അവിടുന്ന് മാക്സിമം ബിരിയാണിയും 5 അടയും കഴിച്ച് വിശപ്പടക്കി. അപ്പൊ ഇതാണ് കഥ. അപ്പൊ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു 8086 പിൻ കോൺഫിഗറേഷൻ നമുക്ക് ഈസി ആയിട്ട് ഓർത്തു വെക്കാൻ കഴിയും. ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 8086 മൈക്രോ പ്രൊസസറിന് 40 പിൻ ചിപ്പാണ് ഉള്ളത്. ഇവിടെ CPU-ന്റെ എല്ലാ ഫങ്ഷൻസും ഒരു സിംഗിൾ ചിപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം 8086 എന്താണ്, ഒരു 16 ബിറ്റ് മൈക്രോ പ്രൊസസറാണ്. 16 ഡാറ്റ ബസും 16 അഡ്രസ് ലൈൻസും ഉണ്ട്. ഈ 20 അഡ്രസ് ലൈൻസും 16 ഡാറ്റ ബസും ഒക്കെ 40 പിന്നിൽ വരുന്നതാണ്. ചില പിൻസിന് ഡ്യുവൽ ഫങ്ഷൻസ് ആണ് ഉള്ളത്. അതായത് 2 മോഡിൽ ഈ 8086 ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. മിനിമം മോഡിലും മാക്സിമം മോഡിലും. ഒരു സിംഗിൾ പ്രൊസസർ ആണെങ്കിൽ മിനിമം മോഡിൽ വർക്ക് ചെയ്താൽ മതി. എന്നാൽ മൾട്ടി പ്രൊസസർ സിസ്റ്റം ആണെങ്കിൽ 8086 വർക്ക് ചെയ്യുന്നത് മാക്സിമം മോഡിൽ ആയിരിക്കും. സോ ഈ ഫിഗറിൽ കാണുന്നത് 8086ന്റെ പിൻ ഡയഗ്രം അല്ലേ. ഇതിൽ നമുക്ക് 1 മുതൽ എന്താണ് 40 വരെ ലേബൽ ചെയ്ത് 40 പിന്നുകൾ നമുക്ക് കാണാൻ കഴിയും. ദെൻ ഫസ്റ്റ് ഗ്രൗണ്ട് ആണ്, 1 അല്ലേ, അതുപോലെ തന്നെ 20 ഉൾപ്പെട്ട 2 ഗ്രൗണ്ട് പിന്നാണ് 8086ൽ കാണാൻ കഴിയുക. നമുക്കറിയാം ഈ ഒരു 80 മൈക്രോ പ്രൊസസർ തന്നെ ആയിരക്കണക്കിന് ട്രാൻസിസ്റ്റേഴ്സും റെസിസ്റ്റേഴ്സും ഡയോഡ്സും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റേണൽ നോയ്സ് വളരെ ഹൈ ആയിരിക്കും. ആ ഇന്റേണൽ നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് 2 ഗ്രൗണ്ട് പിൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ 2 to 16 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്ന് കാണാൻ പറ്റും. ഈ പിന്നിനെ നമ്മൾ അഡ്രസ് ഡാറ്റ മൾട്ടിപ്ലക്സ്ഡ് ലൈൻ എന്നാണ് പറയുക. നമുക്കറിയാം ഡാറ്റ ബസ് എന്നത് 16 ബിറ്റ് ആണ് അല്ലേ. അതായത് 16 ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ 16 ലൈൻസ് വേണം. D0 മുതൽ D15 വരെ.
അതായത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്താണ് ഇവിടെ നമുക്കില്ലേ AD0 മുതൽ AD14 അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ AD15 അതായത് 60th ഡാറ്റ ലൈനും കാണാൻ കഴിയും. സോ D0 മുതൽ D15 ഡാറ്റയെ ഇൻഡിക്കേറ്റ് ചെയ്യാനും A0 to A15 എന്നത് അഡ്രസ് ലൈനിനെ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മൾട്ടിപ്ലക്സറും ആണ് അല്ലേ, അതായത് ഒരേ പിന്ന് വഴി തന്നെ രണ്ട് ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ അഡ്രസ് ആണെങ്കിൽ സെക്കൻഡ് ക്ലോക്ക് സൈക്കിളിൽ ഡാറ്റ ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പൊ ഇതിൽ അഡ്രസ് എപ്പോഴാണ് പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡാറ്റ എപ്പോഴാണ് പാസ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു ALE എന്ന പിന്നിന്റെ ഫങ്ഷനാലിറ്റി ആണ്. ALE എന്നാൽ എന്താണ്? അഡ്രസ് ലാച്ച് ഇനേബിൾ. പിൻ നമ്പർ എന്താണ്? 25. പിൻ 25 ഹൈ ലോജിക്ക് 1 ആണ് വരുന്നതെങ്കിൽ 2 to 16 വരെയും 39th പിന്നിലും അഡ്രസ് ആയിരിക്കും എന്ത് പാസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ക്ലോക്ക് സൈക്കിളിൽ അത് ഡാറ്റ ആയിരിക്കും എന്ത് പാസ് ചെയ്യുന്നത്. നമുക്കറിയാം അഡ്രസ് ലൈൻസിലെ 20 ലൈൻസ് ഇവിടെ അപ്പം 16 വരെ കവർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയിലെ 4 പിൻ നമ്പർ അല്ലേ നമുക്ക് 35 മുതൽ 38 വരെ. A16, A17, A18, A19. ഇതിന്റെ കൂടെ നമുക്ക് സ്റ്റാറ്റസ് സിഗ്നൽസ് ആയല്ലേ ഏതൊക്കെയാണ്? S3, S4, S5, S6 തുടങ്ങിയവ മൾട്ടിപ്ലക്സ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് വരുന്ന മറ്റൊരു പിന്നാണെന്ത്? പിൻ നമ്പർ 21 ആയ റീസെറ്റ് പിന്ന്. എക്സിക്യൂഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിൻ നമ്പർ 21 യൂസ് ചെയ്യുന്നത്. പ്രോസസ്സർ എന്ത് കറണ്ട് ആക്ടിവിറ്റി ആണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ടെർമിനേറ്റ് ചെയ്ത് ഫസ്റ്റ് തൊട്ട് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് റീസെറ്റ് പിന്ന് യൂസ് ചെയ്യുന്നത്. ഇതൊരു ആക്റ്റീവ് ഹൈ സിഗ്നൽ ആണ്. മിനിമം 4 ക്ലോക്ക് സൈക്കിളിലെങ്കിലും റീസെറ്റിൽ ലോജിക് 1 വന്നാൽ മാത്രമേ മൈക്രോ പ്രോസസ്സർ റീസ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അടുത്തത് INTR ആണെന്ത്? ഇന്ററപ്റ്റ് റിക്വസ്റ്റ്. സോ പിൻ നമ്പർ എത്രയാണ്? 18 INTR ഇന്ററപ്റ്റ് റിക്വസ്റ്റ് സിഗ്നൽ. ഏതെങ്കിലും ഒരു ഡിവൈസിന് ഈ പ്രോസസ്സറിന്റെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇന്ററപ്റ്റ് ഫ്ലാഗ് 1 ആണെങ്കിൽ ത്രൂ INTR എന്ന പിന്നിലൂടെ നമുക്ക് ഇന്ററപ്റ്റ് പ്രൊവൈഡ് ചെയ്ത് പ്രോസസ്സറിന്റെ ആക്ടിവിറ്റി നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ കഴിയും. അടുത്താണ് NMI അതായത് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് റിക്വസ്റ്റ്. 70th പിന്നാണെന്ത്? NMI ഇതൊരു ഹൈ പ്രയോറിറ്റി ഇന്ററപ്റ്റ് ആണ്. പ്രോസസ്സർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് ആക്ടിവിറ്റി ആണെങ്കിലും അതിനെ ഹോൾഡ് ചെയ്ത് ഈ വരുന്ന റിക്വസ്റ്റിനെ പ്രോസസ്സറിനെ പ്രോസസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇന്ററപ്റ്റ് ഫ്ലാഗിന്റെ സ്റ്റാറ്റസ് ഒന്നും നമുക്ക് NMI റിക്വസ്റ്റ് വരുമ്പോൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ക്ലോക്ക് പിൻ നമ്പർ എത്രയാണ്? 19 അതായത് പ്രോസസ്സറിന് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള ടൈമിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതാണെന്ത്? ക്ലോക്ക് സിഗ്നൽ. ഡിഫറെൻറ്റ് വേർഷൻസിൽ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ആണ് ഉണ്ടാവുക. അത് 5 MHz, 8 MHz, 10 MHz അങ്ങനെയാണ് ഉണ്ടാവുക. അടുത്താണ് റെഡി. പിൻ നമ്പർ 22 ആണെന്ത്? റെഡി ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു അക്നോളജ്മെന്റ് സിഗ്നൽ ആണെന്ത്? റെഡി. നെക്സ്റ്റ് എന്താണ്? റീഡും അതുപോലെ തന്നെ റൈറ്റും. റീഡ് അതുപോലെ തന്നെ റൈറ്റ്. പിൻ നമ്പർ 32 ആണല്ലേ റീഡ്. ഇതൊരു ആക്റ്റീവ് ലോ പിന്നാണ്. റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതല്ലേ പിൻ നമ്പർ 29 ആണെന്ത്? റൈറ്റ്. ഇതും ആക്റ്റീവ് ലോ സിഗ്നൽ ആണ്. ഡാറ്റ മെമ്മറിയിലേക്കോ ഔട്ട്പുട്ട് ഡിവൈസിലേക്കോ റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നാണെന്ത്? റൈറ്റ്. ദെൻ ടെസ്റ്റ് സിഗ്നൽ. പിൻ നമ്പർ 23 ആണെന്ത്? ടെസ്റ്റ് സിഗ്നൽ. ഏതെങ്കിലും അരിത്തമാറ്റിക് പ്രോസസ്സർ നമ്മുടെ 8086ന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള സിഗ്നൽ ആണെന്ത്? ടെസ്റ്റ്. BHE ബാർ S7 അതുപോലെ തന്നെ VCCയും. BHE ആണ് എന്താണ്? ബസ് ഹൈ ഇനേബിൾ ബസ് ഹൈ ഇനേബിൾ അല്ലെങ്കിൽ സ്റ്റാറ്റസ് സിഗ്നൽ. അപ്പൊ നമുക്കറിയാം ഡാറ്റ ബസ് എന്നത് 16 ബിറ്റ് ആണല്ലേ. ആ 16 ബിറ്റിൽ ഏത് പാർട്ട് ഓഫ് ഡാറ്റയാണ് ഡാറ്റ ബസ്സിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നത് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് BHE ബാർ S7 യൂസ് ചെയ്യുന്നത്. ദെൻ
VCC വഴിയാണെന്ത് പവർ സപ്ലൈ അല്ലേ, +5 വോൾട്ട് DC.